ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി 4 മണി പലഹാരമായിട്ടാണ്. ചിക്കൻ അട അല്ലെങ്കിൽ കോഴിയട എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. നമ്മൾ സാധാരണ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഫില്ലിങ് കൊടുത്തിട്ടുള്ള അട നമ്മൾ ഒത്തിരി കഴിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് കൊടുക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഫില്ലിംഗ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കൊത്തി അരിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളൊക്കെ വഴന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇതേ കളറാക്കി എടുക്കണം, കാരണം നമ്മൾ സവാള കടിക്കുന്നത് അത്ര നന്നാവില്ല ഈ ഫില്ലിങ്ങിൽ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ കൂടുതൽ മല്ലിപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ മസാലയൊക്കെ അധികം ചേർക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയുടെ ആ കുത്ത് മുന്നിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ സാധാരണ കറികളിലൊക്കെ ചേർക്കുന്ന മസാലയുടെ അളവല്ല ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഒക്കെ കുറച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവൊക്കെ ആയാൽ കൂടിയും നമ്മൾ കുരുമുളകിൻ്റെ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ കുറച്ചും കൂടെ കൂടുതൽ വേണ്ടത്. അതുകൊണ്ടാണ് ഞാനിവിടെ 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ മുളക് പൊടിക്ക് അത്ര എരിവുണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് മസാലപ്പൊടികൾ ശ്രദ്ധിച്ച് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നന്നായിട്ട് ആ മസാലയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു പച്ച ചൊവയുണ്ടോ ഇല്ലേന്നൊക്കെ. ഇനി നമുക്കിതിലേക്ക് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ അത്ര പഴുത്ത തക്കാളി ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നല്ല സോഫ്റ്റായി കിട്ടുന്ന വരെ നമുക്ക് മൂടി വെച്ചൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്നതിന് ശേഷം നമുക്കിതൊന്ന് തവിക്കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ തക്കാളി ഒന്നും വേറിട്ട് നിൽക്കാൻ പാടില്ല. തക്കാളി മസാലയൊക്കെ നന്നായിട്ട് കൂടി ചേരണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തക്കാളിയും സവാളയും ഒന്നും വേറിയിട്ട് നിൽക്കുന്നില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഒരു 150 ഗ്രാംസ് ചിക്കൻ ഉണ്ടാവും. അത് അതായത് എല്ലില്ലാത്ത ചിക്കൻ ഞാനിവിടെ ഉപ്പും മഞ്ഞപ്പൊടിയും ഗരം മസാലയും ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത ചിക്കനാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് തവി കൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ നമ്മുടെ മസാലയായിട്ട് നന്നായിട്ടൊന്ന് കൂടിച്ചേരാനാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കിവിടെ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതായത് ഈ മസാല ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചിക്കനിൽ പിടിക്കണം. നമ്മുടെ മസാല ചിക്കനും വേറിട്ട് നിൽക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ മൂടി വെച്ച് വേവിക്കുകയാണ്. ഇപ്പം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പം ഇതാണ് ഒരു പാകം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കണം.
അപ്പോൾ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ഫില്ലിംഗ് ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇപ്പോൾ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കൂടുതൽ എരിവൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് കറിയൊന്നുമല്ലല്ലോ ഉണ്ടാക്കുന്നത്, നമ്മളൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത്ര എരിവില്ലാത്തതാണ് നല്ലത്. ഒരു അത്യാവശ്യം എരിവ് മാത്രം മതിയാവും. ഇനി നമുക്ക് നമ്മുടെ അടി ഉണ്ടാക്കാനുള്ള പ്രൊസീജിയറിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ 1 കപ്പ് അരിപ്പൊടിക്ക് ഞാൻ 1.5 കപ്പോളം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്തിട്ടാണ് ഞാൻ ഈ വെള്ളം തിളപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ ചൂടായ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഈ 1.5 കപ്പ് വെള്ളം ആവശ്യം ഉള്ളതുകൊണ്ടല്ല ഞാൻ ഇവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് എത്ര വേണ്ടി വരും എന്ന് കറക്റ്റായിട്ട് അറിയില്ല. അതായത് ഓരോ പൊടിക്കനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ മുൻകൂട്ടി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എത്ര വെള്ളം ചേർത്ത് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴക്കില്ല, അതിനേക്കാളും കുറച്ച് ലൂസായിട്ടായിരിക്കണം നമ്മുടെ ഈ അരിമാവ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ ചൂടോട് കൂടെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചൂടോട് കൂടെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും നമ്മുടെ അട. അതാണ് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിനാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത്. കണ്ടോ, തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ നന്നായിട്ട് കുഴങ്ങിയിരിക്കുന്ന ഒരു പരുവാണ്. അപ്പോൾ ഇനി ഇത്ര സ്പൂണോട് തന്നെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ മാവ് ഇരിക്കണേന്ന്. അപ്പോൾ ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഓരോ അരിപ്പൊടിക്കും വ്യത്യാസം ഉണ്ടാവും, അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാഴയില എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ ഫില്ലിങ്ങും ഉണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സ്പൂണ് അരിമാവ് എടുത്തിട്ട് നമുക്ക് ഇലയിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, നല്ല ലൂസായിട്ട് ഇരിക്കുന്നത്, നമ്മുടെ കയ്യിലൊക്കെ ഒട്ടി പിടിക്കുന്ന ഒരു പരുവത്തിലാണ് ഇപ്പം ഇരിക്കുന്നത്. ഇനി നമ്മുടെ കൈകളിൽ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്കത് കുറെ പതുക്കെ ഈ കാണുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പൊ ഈ അടര കട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. കൂടുതൽ കട്ടിയാവാത്തതാണ് എപ്പോഴും അട ഉണ്ടാക്കുമ്പോൾ നല്ലത്. കുറച്ച് തിന്നായിട്ട് പരത്തിയെടുക്കുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് ഇതേപോലെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്നിങ്ങനെ പരത്തിയെടുക്കാം. അപ്പൊ മാവ് വേണമെങ്കിൽ കുറച്ചുകൂടെ മാവ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇലയുടെ സൈസ് അനുസരിച്ച് മാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇതേപോലെ കൈ കൊണ്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പൊ നമ്മൾ പറയുന്ന പോലെ തന്നെ തിക്നെസ് ഒന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ കട്ടി കൂടാതെ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ എല്ലാം നന്നായിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ചേർക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഒരു അത്യാവശ്യം വേണ്ട ഫില്ലിങ് മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഈ ഫില്ലിങ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു സൈഡിലായിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതേപോലെ തന്നെ ഒരു സൈഡിലേക്ക് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കാം. 2 അറ്റവും ഒരുമിച്ച് വരുന്ന പോലെ വേണം നമ്മൾ ഇത് അടച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡും അതേപോലെ തന്നെ എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അട നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി അടകളൊക്കെ റെഡിയാക്കി എടുക്കാം.
കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ, അതായത് ഇഡ്ഡലി തട്ടിലാണ് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ ഈ ഇലയുടെയൊക്കെ ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നന്നായിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പം ഇലയുടെ ഒക്കെ ഞാൻ നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇലയുടെ അത് ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ അട. ഇനി നമുക്കിത് മുറിച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന അടയിനേക്കാളൊക്കെ. കുറച്ച് ഇതൊരു സ്പൈസി വേർഷൻ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.